ഷൊർണൂർ സർക്കാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ രക്തപരിശോധനാ ലാബിൽ പരിശോധന നടത്തിയ രോഗികൾക്ക് രക്തത്തിലെ കൗണ്ട് ഉൾപ്പെടെയുള്ള അളവുകളിൽ 10,000ങ്ങളുടെ വ്യത്യാസം. തൽക്കാലം ആശുപത്രിയിലെ രക്തപരിശോധന നിർത്തിവെച്ചു. ബിജെപിയുടെ ഉപരോധത്തെ തുടർന്നാണ് പരിശോധന നിർത്തിവെച്ചത്. ലാബിലെ യന്ത്രങ്ങളിലെ സാങ്കേതിക തകരാറാണ് ഇതിനു കാരണമെന്നാണ് മെഡിക്കൽ ഓഫീസർ പറയുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രിയിലെത്തി രക്തപരിശോധന നടത്തിയവർക്കാണ് ഇത്തരത്തിൽ വലിയ വ്യത്യാസം കാണപ്പെട്ടത്. ഇതിൽ സംശയം തോന്നിയ രോഗികൾ സ്വകാര്യ ലാബിൽ പരിശോധന നടത്തിയപ്പോഴാണ് രക്തത്തിലെ കൗണ്ട് ഉൾപ്പെടെയുള്ള അളവുകളിൽ വലിയ വ്യത്യാസം കാണാൻ സാധിച്ചിട്ടുള്ളത്. ലാബിലെ യന്ത്രത്തകരാർ പരിഹരിക്കുന്നതിന് ജില്ലാശുപത്രി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വൈദഗ്ധ്യമുള്ളവരാണ്. കഴിഞ്ഞ ആഴ്ച യന്ത്രത്തകരാർ പരിശോധന നടത്തിയെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ആശുപത്രി ജീവനക്കാർ പറയുന്നത്. സംഭവത്തിൽ പ്രതിഷേധവുമായി ബിജെപി രംഗത്തെത്തി. രക്തപരിശോധനാ ലാബിന്റെ തകരാർ പൂർണ്ണമായും പരിഹരിച്ചതിനു ശേഷം മാത്രമേ ലാബ് തുറന്നു പ്രവർത്തിക്കുകയുള്ളൂ എന്ന മെഡിക്കൽ ഓഫീസറുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ബിജെപിയുടെ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ലാബിലെ ഇത്തരം പ്രശ്നങ്ങൾ മറച്ചുവെച്ച് രോഗികളെ ഇതേ ലാബിൽ പണമടപ്പിച്ചുകൊണ്ട് പരിശോധന നടത്തുകയും രക്തത്തിലെ അളവിൽ വ്യത്യാസമുള്ള എല്ലാ രോഗികളെയും സ്വകാര്യ ലാബിൽ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്യുന്നത് ആശുപത്രി ജീവനക്കാരും സ്വകാര്യ ലാബുകളും തമ്മിലുള്ള സാമ്പത്തിക ക്രമക്കേടിന്റെ തെളിവാണെന്ന് ബിജെപി ആരോപിച്ചു. ഏതാണ്ട് ഇത്ര ദിവസം ഒരു മാസത്തോളമായിട്ടും ഈ ലാബിന്റെ പ്രവർത്തനം സുഗമമാക്കാത്തത് ഈ ലാബ് പുറത്തെ സ്വകാര്യ ലാബുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തീർത്തും പറയാൻ സാധിക്കും. കാരണം ഇവിടെ ചെക്ക് ചെയ്യുന്ന ബ്ലഡിന്റെ കൗണ്ട് 85,000 ആണെങ്കിൽ പുറത്ത് ചെക്ക് ചെയ്യുന്ന ബ്ലഡിന്റെ കൗണ്ട് 1.5 ലക്ഷവും 1,70,000 വരെ ആയി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഡോക്ടർമാരെന്നെ അത് ശരിവെക്കുന്നത് പുറത്തെ ലാബുകളുടെ കൗണ്ടിംഗ് ആണ്. പുറത്തെ ലാബുകളുടെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർമാർ ചികിത്സ ചെയ്യുന്നത്. എന്നിട്ടും ഇവിടുന്ന് വീണ്ടും ഈ രോഗികളെ കൊണ്ട് ഇവിടുന്ന് വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ എന്താണ് ആ സാധാരണക്കാരായ ആളുകളെ ബുദ്ധിമുട്ടിച്ചേ അടങ്ങൂ എന്നുള്ള ഒരു താല്പര്യത്തിന്റെ ഭാഗമായിട്ട് ചെയ്യണമെന്ന് നമുക്ക് തോന്നിയിരിക്കുകയാണ്. ബിജെപി ജില്ലാ കോർഡിനേറ്റർ എം.പി. സതീഷ് കുമാർ, കൗൺസിലർമാരായ ഇ.പി. നന്ദകുമാർ, ആർ. രഞ്ജിത്ത്, കെ. പ്രസാദ്, സിനി മനോജ്, എം.കെ. വിഭിനാഥ്, ലേഖ രമേശ് എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.